രാമേന്ദ്രന്റെ കാര്യം അറിയുമ്പോൾ പ്രശ്നം അയാൾ ക്യാമ്പിൽ ചെയ്യാനാവില്ല. ഈ കേണൽ സൂരജ് സിംഗ് ഇത്ര സ്ട്രിക്റ്റ് ആണ്. താനിപ്പോ പട്ടാളത്തിൽ ചേർന്നല്ലേ ഉള്ളൂ, അതൊക്കെ പതുക്കെ മനസ്സിലാവും. അയാൾ ഇതുവരെ 10 ആളെ കോൺട്രാക്ട് ചെയ്തിട്ടില്ല, അതിലൊരാൾ പോലും ഇത് രക്ഷപ്പെട്ടില്ല. രാമേന്ദ്രന്റെ കഥ ഇപ്പൊ കഴിക്കുന്നതല്ലേ അല്ലേ? നമ്മൾ പട്ടാളക്കാർക്ക് അനുസരിക്കും അത്ര. നടപടികൾ തുടരാം. രാമചന്ദ്രൻ ജൂൺ മാസം 10-ാം തീയതി മുതൽ രാമചന്ദ്രൻ ഗാർഡ് ഡ്യൂട്ടിയിലാണ്. രാത്രി 9 മണിയോടുകൂടി 2 ഓഫീസർമാർ ഗാർഡ് ഹൗസിന്റെ അടുത്തോടെ പോയി. രാമചന്ദ്രൻ അയാളുടെ സർവീസ് റൈഫിൾ ഉപയോഗിച്ച് ആ 2 ഓഫീസർമാരെ വെടിവെച്ചു. ക്യാപ്റ്റൻ മോഹൻ വർമ്മയും ഈ ഇരിക്കുന്ന ക്യാപ്റ്റൻ വി ഡി കപൂറുമായിരുന്നു ആ ഓഫീസർമാർ. സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് ക്യാപ്റ്റൻ മോഹൻ വർമ്മ മരണമടഞ്ഞു. ക്യാപ്റ്റൻ വി ഡി കപൂറിനോ ഗുരുതരമായ പരിക്കുകളുമേറ്റു. വെടിയേറ്റത് ഇടത് തോളിലായതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ക്യാപ്റ്റൻ കപൂറിനെ മിലിറ്ററി ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ, ഓപ്പറേഷൻ ഉടനെ നടന്നില്ലായിരുന്നെങ്കിൽ മരണം സംഭവിക്കും. ഡോക്ടർമാരുടെ റിപ്പോർട്ട്സ് അനുസരിച്ച് 2.2 ഇഞ്ച് താഴെ ഹൃദയത്തിൽ വെടിയേറ്റായിരുന്നെങ്കിൽ ക്യാപ്റ്റൻ കപൂർ രക്ഷപ്പെടേണ്ട പ്രശ്നമേ ഉണ്ടാവത്തില്ല. എന്ന് വെച്ചാൽ ജവാൻ രാമചന്ദ്രൻ ഈ 2 ഓഫീസർമാരെ കൊല്ലാൻ വേണ്ടി കരുതി കൂട്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്ത്യൻ ആർമി ആക്ട് 69 DW ആൻഡ് ഇന്ത്യൻ പീനൽ കോഡ് 302 വകുപ്പ് പ്രകാരം ജവാൻ രാമചന്ദ്രനെ കോർട്ട് മാർഷലിന് വിധേയനാക്കുന്നു. ബോധപൂർവം കരുതി കൂട്ടി വധിച്ചതിന്റെ കോർട്ട് മാർഷൽ. ബോധപൂർവം കരുതിക്കൂട്ടി ക്യാപ്റ്റൻ വർമ്മയെ വധിക്കുകയും ക്യാപ്റ്റൻ കപൂറിനെ വധിക്കാനുള്ള ശ്രമത്തിനായി ആക്രമിച്ചതിലുമാണ് ഈ ജനറൽ കോർട്ട് മാർഷൽ. എന്താ നിങ്ങളുടെ പേരിൽ ആരോപിച്ചിട്ടുള്ള ഈ കുറ്റങ്ങൾ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? വാട്ട് ഈസ് ഗിൽറ്റി ഓർ നോട്ട് ഗിൽറ്റി? ഗിൽറ്റി ഓർ നോട്ട് ഗിൽറ്റി? ജവാൻ രാമചന്ദ്രൻ ഇരിക്കൂ. സർക്കാർ ഭാഗം വക്കീൽ 1-ാം സാക്ഷി ഹാജരാക്കും. മേജർ പുരിയുടെ സാക്ഷി വിസ്താരം തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കോർട്ട് മാർഷൽ നടപടികൾ തുടങ്ങുന്നതിന് മുമ്പേ ക്യാപ്റ്റൻ റോയുടെ വിയോജിപ്പ് തുടങ്ങി. പറഞ്ഞോ. മേജർ പുരി രാമചന്ദ്രനെ 2 വട്ടം ജവാൻ എന്ന് വിളിച്ചു. പിന്നെ എന്താണ് വിളിക്കുന്നത്? ജവാൻ എന്നല്ല, സവാർ എന്ന് വിളിക്കണം. വാട്ട് യു മീൻ? രാമചന്ദ്ര സേനയിലെ ജവാനല്ലേ, പിന്നെ അയാൾ ജവാൻ എന്ന് വിളിച്ചാലും സവാർ എന്ന് വിളിച്ചാലും എന്താണ് വ്യത്യാസം? വ്യത്യാസം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇല്ലായിരിക്കാം. അങ്ങ് ഇൻഫൻട്രിയുടെ കേണൽ,
എനിക്കങ്ങനെ മെഡിക്കൽ കേരളം എന്ന് വിളിക്കാനാവും. ആം ഫോഴ്സിലെ സവാറാണ് രാമചന്ദ്രൻ. അതിനാൽ സവാർ എന്ന് തന്നെ പറയാം, ജവാൻ എന്നല്ല. ക്യാപ്റ്റൻ റോയ് പറഞ്ഞത് ശരിയാണ്. ഗവൻ പീഡർ രാമചന്ദ്രൻ സവാർ രാമചന്ദ്രൻ എന്ന് തന്നെ പറയണം, ജവാനല്ല. ടെക്നിക്കലി യു കറക്റ്റ് ക്യാപ്റ്റൻ റോയ്. താങ്ക് യു സർ. ആൻഡ് ഡിഫൻസ് കൗൺസിൽ ക്യാപ്റ്റൻ റോയ്, ഈ ടെക്നിക്കലായ എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാട്ടി താങ്കൾ കോർട്ട് മാർഷൽ വിധി റദ്ദാക്കാനുള്ള ശ്രമത്തിലാണോ? ടെക്നിക്കലായ തെറ്റൊക്കെ എങ്ങനെ വരാനാണ് സർ? അതും താങ്കളെ പോലുള്ള സീനിയറായ ഓഫീസർമാരുള്ളപ്പോൾ. പക്ഷെ ഒരു കാര്യം, ജീവനും മരണവും നിശ്ചയിക്കുന്നത് ടെക്നിക്ക് അനുസരിച്ചൊന്നുമല്ല, സത്യം എന്താണോ അതനുസരിച്ചാണ്. സത്യം എപ്പോഴും സ്വയം പ്രത്യക്ഷപ്പെടും. സത്യത്തിന് ഒരിക്കലും വഴി തെറ്റില്ല, ഒരിക്കലും. ക്യാപ്റ്റൻ റോയ്, രാമചന്ദ്രന്റെ കോർട്ട് മാർഷലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. ക്യാപ്റ്റൻ റോയ് മറ്റെല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം, ഇത് കോർട്ട് മാർഷലാണ്, ഹിന്ദി സിനിമയല്ല. വെറുതെയുള്ള വിയോജിപ്പുകളും വാദപ്രതിവാദങ്ങളും പ്രകടിപ്പിച്ച് കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കാൻ ആർക്കും അധികാരമില്ല. ഈ കോർട്ട് മാർഷലിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ സൂരജ് സിംഗ് ആണ്, കേണൽ സൂരജ് സിംഗ്. And don't you ever let to forget that fact. സർ, കൺസൾട്ടിംഗ് ജഡ്ജും എന്റെ വിയോജിപ്പ് ശരിയാണെന്ന് സ്ഥാപിച്ചു. So what? ശരിയായ വിയോജിപ്പ് സമയം നഷ്ടപ്പെടുത്തലായി അങ്ങ് കാണുന്നത് കഷ്ടം. I speak to what I said. ഞാൻ വെറുതെ സമയം കളയുകയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്. എനിക്ക് പകരം മറ്റൊരു ഓഫീസറെ പ്രതിഭാഗം വക്കീലാക്കാൻ ഞാൻ ഡൽഹിക്ക് തന്നെ തിരിച്ചു മടങ്ങാം. Captain Roy, don't threaten me. രാമചന്ദ്രനാണ് കൊല ചെയ്തതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അയാൾ തന്നെ സ്വയം കുറ്റം സമ്മതിച്ചും കഴിഞ്ഞു, മീഡിയയിലും വന്നിട്ടുണ്ട്. എനിക്കറിയാം, നിങ്ങൾക്കറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം രാമചന്ദ്രനാണ് കൊല ചെയ്തത്. പിന്നെ അയാളെ സവാർ എന്ന് വിളിച്ചാലെന്ത്, ജവാൻ എന്ന് വിളിച്ചാലെന്ത്? സർ, അങ്ങ് കേസ് കേൾക്കുന്നതിന് മുൻപ് തന്നെ കൊലയാളി ആരെന്നാലും തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ എന്തിന് ഈ കോർട്ട് ഭാഷ? ഈ കളിയുടെ ആവശ്യം എന്താ? യൂസ് പ്രോപ്പർ ലാംഗ്വേജ്. മീഡിയയിൽ വരുന്നതൊന്നും റോയ് കാണാറില്ലെന്ന് തോന്നുന്നു. മീഡിയയിൽ വരുന്ന എല്ലാം സത്യമാവണമെന്നില്ല. പിന്നെ മീഡിയ കള്ളം പറയുന്നതാണ്. ഇന്നത്തെ കാലത്ത് മീഡിയ നൽകുന്നത് അവരുടെ വ്യൂസ് മാത്രമാണ്, അല്ലാതെ ന്യൂസ് അല്ല. Captain Roy, you may please go. Please. Government Peter, you can continue. ഒന്നാം സാക്ഷി ഇവിടെ. ഈ കേസിലെ എന്റെ ഒന്നാം സാക്ഷി ഈ റെജിമെന്റിലെ സുബേദാർ ബൽവാൻ സിംഗ്. സുബേദാർ ബൽവാൻ സിംഗ്. സുബേദാർ സാർ, ജൂൺ മാസം 10-ാം തീയതി രാത്രി താങ്കൾ എവിടെയാണ്? സർ, ഞാനിപ്പോ റെജിമെന്റിലെ ഗാർഡ് ഹൗസിന്റെ അടുത്ത്. താങ്കൾ അവിടെ എന്ത് ചെയ്യുമായിരുന്നു? ഒരുപക്ഷെ ഡ്യൂട്ടിയിലായിരിക്കും അല്ലേ? അല്ല സർ, ഡ്യൂട്ടിയിലായിരുന്നില്ല. അന്ന് രാത്രി കറണ്ട് പോയി. പിന്നെ എന്റെ ക്വാർട്ടേഴ്സ് ആ ഗാർഡ് ഹൗസിന്റെ അടുത്താണ്. പോരാത്തതിന് നല്ല ചൂടുണ്ടായിരുന്നു. ഞാനപ്പോ ഹവിൽദാർ രാജ് സിംഗിന്റെ കൂടെ മൈതാനത്തൂടെ നടക്കുക. താങ്കൾ അവിടെ എന്താണ് കണ്ടത്? അന്ന് രാത്രി കറണ്ട് പോയിരുന്നു, അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ടൊന്നും കണ്ടില്ല സർ. കറണ്ട് പോയാൽ എന്താണ്? അന്ന് പൗർണമി അല്ലായിരുന്നോ? അതെ സർ, അന്ന് പൗർണമിയായിരുന്നു. താങ്കൾ ഗാർഡ് ഹൗസിൽ നിന്ന് കഷ്ടിച്ച് 100 മീറ്റർ അകലെ നടക്കുകയാണ്. യെസ്. പൂർണ്ണചന്ദ്രന്റെ പ്രകാശത്തിൽ 400 മീറ്റർ വരെയെങ്കിലും വ്യക്തമായി കാണാമല്ലോ. ശരി, അത് പോട്ടെ. താങ്കൾ അവിടെ എന്താണ് കണ്ടത്? സർ, ഒരു മോട്ടോർ സൈക്കിൾ ആ ഗാർഡ് ഹൗസിന്റെ അടുത്തേക്ക് പോകുന്നു. എത്ര പേരുണ്ടായിരുന്നു ആ മോട്ടോർ സൈക്കിളിൽ? 2 പേരുണ്ടായിരുന്നു. അവര് ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല. അപ്പൊ താങ്കൾ അവരെ വ്യക്തമായി കണ്ടിട്ടുണ്ടാവുമല്ലോ. യെസ് സർ. മോട്ടോർ സൈക്കിൾ ഓടിച്ചിരുന്നത് ക്യാപ്റ്റൻ മോഹൻ വർമ്മയാണ്. ക്യാപ്റ്റൻ കപൂർ അദ്ദേഹത്തിന്റെ പിന്നിലിരിക്കുകയായിരുന്നു. ഇത്രയും ദൂരം സഞ്ചരിച്ചിരുന്ന മോട്ടോർ സൈക്കിളിന്റെ മേളിൽ താങ്കളുടെ റെജിമെന്റിൽ ഇരുന്ന 2 ഓഫീസർമാരെ താങ്കൾ തിരിച്ചറിഞ്ഞെങ്കിൽ ഗാർഡ് ഹൗസിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഗാർഡിനെയും താങ്കൾ തിരിച്ചറിഞ്ഞായിരിക്കുമല്ലോ. ആരാണെന്ന് ഡ്യൂട്ടിയിൽ? സവാർ രാമചന്ദ്രൻ. സവാർ രാമചന്ദ്രൻ. പിന്നെ എന്തായി? പിന്നെ ആ മോട്ടോർ സൈക്കിൾ ഗാർഡ് ഹൗസിന്റെ അടുത്തെത്തിയതും രാമചന്ദ്രൻ വെടിവെച്ചു. ആദ്യത്തെ വെടി ക്യാപ്റ്റൻ മോഹൻ വർമ്മയ്ക്കാണ്.
അദ്ദേഹത്തിന്റെ മോട്ടോർ സൈക്കിൾ റോഡിൽ നിന്ന് വെളിയിൽ പോയി ഒരു മരത്തിലിടിച്ചു. അപ്പോഴേക്കും രാമചന്ദ്രൻ രണ്ടാമതും വെടിവെച്ചു. പിന്നെ രണ്ടാമത്തെ വെടി ക്യാപ്റ്റൻ കപൂറിനാണ്. പക്ഷെ രാമചന്ദ്രൻ വീണ്ടും വെടിവെക്കാനായിട്ട് ട്രൈ ചെയ്തു. അപ്പോഴേക്കും ഞാനും ഹവിൽദാർ രാജ് ഒക്കെ കൂടി അങ്ങോട്ട് ഓടിച്ചെന്നു. ഞങ്ങള് രാമചന്ദ്രൻ പിറകിൽ പിടിച്ചു വെച്ചു. ഒരു സംശയം, താങ്കൾ രാമചന്ദ്രനെ പിടിക്കുമ്പോൾ അയാൾ റൈഫിൾ ഉയർത്തി ആരെ വെടിവെക്കാൻ പോകാറുണ്ട്? അത് മുറിവേറ്റ ക്യാപ്റ്റൻ കപൂർ. എന്ന് വെച്ചാൽ നിങ്ങൾ രാമചന്ദ്രനെ പിടിച്ചില്ലായിരുന്നെങ്കിൽ അയാൾ മുറിവേറ്റ ക്യാപ്റ്റൻ കപൂറിനെ കൊല്ലുമായിരുന്നല്ല. അതെ സർ. അപ്പോഴേക്കും ഭാരതത്തിൽ നിന്ന് കുറെ സൈനികർ അങ്ങോട്ടേക്ക് വന്നു. പക്ഷെ അപ്പോഴും രാമചന്ദ്രൻ ഉറക്കെ വിളിച്ച് പറയുന്നില്ല, ഞാനാ വെടിവെച്ചത്, എനിക്ക് ക്യാപ്റ്റൻ കപൂറിനെയും കൊല്ലണം, എന്നെ വിടുക. നിങ്ങൾ രാമചന്ദ്രനെ ബന്ധിച്ചായിരുന്നു? ഞങ്ങൾ 4-5 പേര് ചേർന്ന് വളരെ പ്രയാസപ്പെട്ടാണ് സാർ അന്ന് രാമചന്ദ്രൻ ബന്ധിച്ചത്. ആ രാത്രി എങ്ങനെയാണ് രാമചന്ദ്രൻ അത്രയും ശക്തി കിട്ടിയതെന്ന് എനിക്കറിയില്ല. അത് ഈശ്വരന് മാത്രമേ അറിയൂ. Thank you, sir. That's all now. Captain Vikas Roy, Sakshi Siri. സുബേദാർ സാർ, താങ്കൾക്ക് രാമചന്ദ്രനെ എത്ര കാലമായിട്ടാണ്? സാർ കഴിഞ്ഞ 3 വർഷമായിട്ട് ട്രെയിനിങ് സെന്ററിൽ നിന്ന് എന്റെ റെജിമെന്റിലേക്കാണ്. അപ്പോൾ മുതൽ ഈ 3 വർഷത്തിനിടയ്ക്ക് രാമചന്ദ്രൻ ആരോടെങ്കിലും അടിപിടി കൂടിയിട്ടുണ്ടോ? ഇല്ല സാർ. തീർച്ചയായും രാമചന്ദ്രൻ അങ്ങനെ ആരുമായും തർക്കിക്കാറില്ല. അയാൾക്കെതിരെ ആരെങ്കിലും ഒരു പരാതിയോ റിപ്പോർട്ടോ എപ്പോഴെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല സാർ. അയാളൊരു പാവം, വെറൊരു പശു. അങ്ങോ മറ്റേതെങ്കിലും ഓഫീസർമാർ കൊടുക്കുന്ന ഏതെങ്കിലും ഡ്യൂട്ടി ചെയ്യാൻ മടിയോ അശ്രദ്ധയോ അയാൾ കാണിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. അയാൾക്ക് കൊടുക്കുന്ന എല്ലാ ഡ്യൂട്ടിയും ഇതുവരെ കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അയാൾക്കെതിരെ ഇതുവരെ ഒരു പരാതി ഉണ്ടായിട്ടില്ല. അന്തരിച്ച ക്യാപ്റ്റൻ മോഹൻ വർമ്മയോ പരിക്കേറ്റ ക്യാപ്റ്റൻ BD കപൂറോ അയാൾക്കെതിരെ എപ്പോഴെങ്കിലും ഒരു പരാതി അല്ലെങ്കിൽ ഒരു ചെറിയ ശിക്ഷയെങ്കിലും കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല സാർ, ഒരിക്കലും. അപ്പോൾ പിന്നെ രാമചന്ദ്രൻ എന്തിന് ക്യാപ്റ്റൻ മോഹൻ വർമ്മയെ വധിച്ചു, ക്യാപ്റ്റൻ BD കപൂറിനെ ആക്രമിച്ചു? അതെനിക്കെങ്ങനെ അറിയാനാ സാർ? ഞാൻ കണ്ടത് പറഞ്ഞതേ ഉള്ളൂ. സുബേദാർ സാർ, കാണുന്നത് മാത്രമല്ല സത്യം, സത്യത്തിന്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ കാണൂ. പക്ഷേ സാർ, നമ്മൾ കണ്ടുകൊണ്ട് കാണുന്ന കാര്യങ്ങളൊക്കെ സത്യമായിരിക്കും. ഓ, എങ്കിൽ താങ്കൾ നിൽക്കുന്ന ഈ സ്ഥലം ഇളകുന്നുണ്ടോ, കറങ്ങുന്നുണ്ടോ? ഇല്ല സാർ. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം എല്ലാവർക്കും അറിയാം. പക്ഷേ താങ്കൾ അത് കാണുന്നില്ല എന്ന് വെച്ചത് സത്യമല്ലാതാണ്. ക്യാപ്റ്റൻ റോയ്, താങ്കൾ ഇത് എന്താണ് ചോദിക്കുന്നത്? ഈ കേസുമായിട്ട് ഈ ചോദ്യങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ജവാൻ സുബേദാർ ബൽവാൻ സിംഗ് അയാൾ പറഞ്ഞല്ലോ ഓൾറെഡി എന്താ നടന്നത്. പിന്നെ എന്തിനാ താങ്കൾ ഇത് തന്നെ പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? Major Police Vice Captain Roy, കോർട്ടിന്റെ വിലപ്പെട്ട സമയം കളയാനുള്ള അവകാശം ആർക്കുമില്ല. ഇത് ഞാൻ ഒരു വട്ടം പറഞ്ഞതാണ്. അതെ സർ, സമയം വിലപിടിച്ചതാണ്, ഒരു ജീവനേക്കാൾ വിലപിടിച്ചത്. പക്ഷേ സത്യവും സമയവും വിപരീത ദിശയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രൂത്ത് ഈസ് ഓൾവേസ് ദ ചൈൽഡ് ഓഫ് ദി ഫ്യൂച്ചർ. സത്യം കണ്ണുകൊണ്ട് കണ്ടു മനസ്സിലാക്കാൻ കഴിയാത്തതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ക്യാപ്റ്റൻ വികാസ് റോയ്, സാക്ഷിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതാവാം. ശരി സുബേദാർ സാർ, ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന രാത്രി, അതായത് ജൂൺ 10 രാത്രിയിലെ രഹസ്യ സൂചനാ ശബ്ദം എന്തായിരുന്നു? മനസ്സിലായില്ല എന്ന് വെച്ചാൽ പാസ്വേഡ്. ദുരൂഹമായ ഭാഷയിൽ സംസാരിക്കുന്ന എന്തിനാണോ ക്യാപ്റ്റൻ റോയ്? പാസ്വേഡ് എന്ന് പറഞ്ഞാൽ പോരെ? ശരി സുബേദാർ സാർ, ഞാൻ വീണ്ടും അത് തന്നെ ചോദിക്കും. അന്ന് രാത്രിയിലെ പാസ്വേഡ് എന്തായിരുന്നു? എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. വേണമെങ്കിൽ രജിസ്റ്റർ നോക്കിയിട്ട് പറയാം. സാറ് അല്ല സാർ, ക്ലാസ്സിനോട് ചോദിച്ചിട്ടാണെങ്കിലും പറയാം. ഓരോ രാത്രിയിലും ഓരോ പാസ്വേഡ് ഉണ്ടാവും. ഇത്രയും മാസങ്ങൾക്ക് മുൻപുള്ള പാസ്വേഡ് മറന്നുപോയി എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ വേണമെങ്കിൽ ഞാൻ പറയാം, ആ പൗർണമി രാത്രിയിലെ പാസ്വേഡ് കറുത്ത ചന്ദ്രൻ എന്നായിരുന്നു. സർ, വേണമെങ്കിൽ താങ്കൾക്ക് രജിസ്റ്റർ നോക്കാമോ? You are right. Password Karta Chandran. Can continue. താങ്ക് യു സർ. അന്ന് രാത്രി
ഇത്ര അകലെ കൂടി മോട്ടോർ സൈക്കിൾ ഓടിച്ചു പോയ 2 ഓഫീസർമാരെ താങ്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും രാമചന്ദ്രൻ തിരിച്ചറിഞ്ഞതാണ് അല്ലെ? അതെ സാർ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ഓഫീസർമാരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പാസ്വേഡ് ചോദിക്കണ്ട എന്നുള്ള ശിക്ഷണം വല്ലതും താങ്കൾ സൈനികർക്ക് കൊടുത്തിട്ടുണ്ടോ? സാർ, അത്തരം ഒരു ഉപദേശം കൊടുക്കാൻ ഞാൻ ആരാണ്? റൂൾ ഈസ് റൂൾ. ഏതവസ്ഥയിലും ഗാർഡ് തടഞ്ഞു നിർത്തും, പാസ്വേഡ് ചോദിക്കും. അന്ന് രാത്രി ഓഫീസർമാരെ തടഞ്ഞു നിർത്തി YW ആരാണ് എന്ന് ചോദിച്ചിരിക്കുന്നു? ഇല്ല സാർ, അന്ന് രാത്രി പാസ്വേഡ് ചോദിച്ചില്ല, ചാലഞ്ചും ചെയ്തില്ല. ഞാൻ കണ്ടതാണ്. സുബേദാർ സാർ കണ്ടതല്ല കേട്ടതാണ് എനിക്കറിയുന്നത്. രാമചന്ദ്രൻ ചലഞ്ച് ചെയ്തു. സാർ, ഞാൻ കേട്ടില്ല, പിന്നെ എനിക്ക് എങ്ങനെ പറയാൻ കഴിയും? അപ്പൊ താങ്കൾ കേട്ടില്ല, അതാണ് സത്യം. പക്ഷെ സാർ, ഞാൻ കാണുന്നുണ്ടായിരുന്നു. സുബേദാർ സാർ, ശബ്ദം കേൾക്കുകയാണ്, കാണുകയാണ്. ഞാൻ ഒന്നുകൂടി പറയാം. അന്ന് രാത്രി മോട്ടോർ സൈക്കിളിന്റെ ശബ്ദത്തിൽ രാമചന്ദ്രൻ ചലഞ്ച് ചെയ്തോന്ന് താങ്കൾക്ക് പറയാനാവില്ല. പോരാത്തതിന് സാബ് 500 മീറ്റർ അകലെയായിരുന്നു. സാർ, ഞാൻ 100 മീറ്റർ മാത്രം അകലെയായിരുന്നു. മേജർ പുലിയും ഇത് തന്നെ പറഞ്ഞു. താങ്കൾ വെറും 100 മീറ്റർ അകലെയായിരുന്നു. താങ്കൾ എന്താ ചങ്ങല വെച്ച് അളന്നു നോക്കിയോ? പറയൂ സാർ, അളന്നു നോക്കിയോ? ഇല്ല സാർ. എങ്കിൽ ഞാൻ അളന്നു. താങ്കൾ നിന്നിരുന്നത് 910 മീറ്റർ അകലെയായിരുന്നു. അവിടെ നിന്നാൽ താങ്കൾക്കൊന്നും വ്യക്തമായി കാണില്ല, സ്വന്തമായി കേൾക്കില്ല. രാമചന്ദ്രൻ ചലഞ്ച് ചെയ്തോന്ന് താങ്കൾക്ക് പറയാനാവില്ല. ക്യാപ്റ്റൻ റോയ്, നിങ്ങൾ മനഃപൂർവ്വം സാക്ഷിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നോക്കുകയാണ്. രാമചന്ദ്രൻ ഓൾറെഡി കൺഫ്യസ് ചെയ്തതാണ്. അയാള് 2 ഓഫീസർമാരെ കണ്ടതാണ്. പിന്നെ ചലഞ്ചിന്റെ കാര്യം പിന്നെ എന്തിനാണ് ചോദിക്കുന്നത്? മേജർ പുലി, എന്റെ ചോദ്യങ്ങൾക്ക് തടസ്സം നിൽക്കാൻ താങ്കൾക്ക് ആരാ അധികാരം തന്നത്? ആ അധികാരം പ്രിസൈഡിംഗ് ഓഫീസർക്ക് മാത്രമുള്ളതാണ്, അങ്ങേക്കുള്ളതല്ല. സുബേദാർ സാർ, ഒരു കാര്യം കൂടി പറയാം. ആരാണ് എന്ന ചലഞ്ച് കേട്ടതിന് ശേഷവും അവിടെ നിന്നില്ലെങ്കിലോ? സാർ, നിങ്ങൾ പ്രശ്നങ്ങളെ തെറ്റായി വളച്ചൊടിക്കുകയാണ്. സുബേദാർ നമ്മുടെ ജവാൻ രാമചന്ദ്രൻ ഓൾറെഡി കൺഫ്യസ് ചെയ്തതാണ്. ഈ 2 ഓഫീസർമാരെ അയാൾ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അത് തെളിയിക്കപ്പെട്ടതൊന്നുമില്ലല്ലോ ഇതുവരെ. പക്ഷേ പിന്നെ സുബേദാർ സാറിന് എങ്ങനെ പറയാൻ കഴിയും പാസ്വേഡ് ചോദിച്ചു ഇല്ലയോ? സർ, എനിക്ക് ഈ കോർട്ടിനോട് അപേക്ഷയുണ്ട്. ഇന്ന് രാത്രി 9 മണിക്ക് സംഭവ സ്ഥലത്തെത്താം. സുബേദാർ സാബ് നിന്ന സ്ഥലത്ത് ജഡ്ജ് നിൽക്കണം. എന്നിട്ട് ആരെങ്കിലും മോട്ടോർ സൈക്കിൾ ഓടിച്ച് ഗാർഡ് റൂമിന്റെ അടുത്തെത്തണം. ഗാർഡ് ചലഞ്ച് ചെയ്യണം. അപ്പൊ മനസ്സിലാവോ ചലഞ്ച് ചെയ്യുന്നത് കേൾക്കാമോ ഇല്ലയോ എന്ന്? തീർച്ചയായും കേൾക്കില്ല. ഞാൻ തറപ്പിച്ച് പറയുന്നു, കേൾക്കില്ല. മനസ്സിലാക്കിയതുകൊണ്ട് എന്ത് പ്രയോജനം? രാമചന്ദ്രൻ കൊന്നില്ലെന്ന് വരും. രാമചന്ദ്രൻ വെടിവെച്ചില്ല എന്ന് പറയാൻ ഞാൻ ആരാണ്? ഇക്കാര്യം എപ്പോഴേ ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. എല്ലാവരുടെയും മുൻപിൽ അയാൾ അത് സമ്മതിച്ചു കഴിഞ്ഞതല്ലേ? പക്ഷേ ഗാർഡ് ചലഞ്ച് ചെയ്തിട്ടും YW ആരാണ് എന്ന് ചോദിച്ചിട്ടും അവിടെ നിന്നില്ലെങ്കിൽ ഗാർഡ്സിന് വെടിവെക്കാനുള്ള അധികാരമുണ്ട്. ഈ സൈനിക നിയമം ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. Don't teach the God army law. അയാൾ എന്താ നിയമം പഠിപ്പിക്കുക? എന്നെ ഈ കോട്ടിലൊന്നും ഒളിച്ചും പാത്തും നടക്കില്ല. താങ്കളൊന്നും എഴുതുന്ന നമുക്ക് വായിക്കണം. രാമചന്ദ്രൻ ചാലഞ്ച് ചെയ്തിട്ടും ഓഫീസർമാർ നിന്നിട്ടില്ലെങ്കിൽ ആർമി ലോ അനുസരിച്ച് അവരെ വെടിവെക്കാനുള്ള അധികാരം ഗാർഡിനുണ്ട്. ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി ടു ഓപ്പൺ ദ ഫയർ ആൻഡ് കിൽ. ഈ നിയമം എല്ലാവർക്കും അറിയാവുന്നതല്ലേ? പക്ഷേ യുദ്ധകാലത്തിലല്ലേ ഇത് കർശനമായി പാലിക്കപ്പെടുന്നത്? യുദ്ധകാലത്തും സമാധാനകാലത്തും നിയമം വേറെ വേറെ ആകുന്നില്ല. ലോ ഈസ് ലോ, വാർ ഓർ നോ വാർ. സംഭവ സ്ഥലത്തേക്ക് നമുക്കിപ്പോ പോകേണ്ട ആവശ്യമില്ല. ഡിഫൻസ് കൗൺസിൽ കേസ് തെറ്റായ ദിശയിൽ കൊണ്ടുപോവുകയാണ്. ഈ കൊല ചെയ്തിരുന്നു അത് ബോധപൂർവമായിരുന്നെന്നും രാമചന്ദ്രൻ സ്വയം സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ചാലഞ്ചും മറ്റും ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം? സംഭവ സ്ഥലത്ത് നമുക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ? ഈ കോർട്ട് മാർഷൽ സത്യം പറയാൻ വേണ്ടിയാണ്, അല്ല സത്യം മറക്കാൻ വേണ്ടിയല്ല. കോർട്ട് എന്തായാലും സംഭവ സ്ഥലത്ത് പോകും, പോയിരിക്കും. സർ, അയാളുടെ ചാലഞ്ചിൽ ഓഫീസർമാർ നിന്നില്ല, പാസ്പോർട്ട് പറഞ്ഞില്ല, ID കാർഡ് കാണിച്ചില്ല. എന്നൊക്കെ തെളിയിക്കപ്പെട്ടാൽ മിസ്റ്റർ ജഡ്ജ് അഡ്വക്കേറ്റ്,
രാമചന്ദ്രനെ കൊന്നേ തീരൂ എന്ന് ഈ കോർട്ട് എപ്പോഴാണ് തീരുമാനിച്ചത്? എന്തെന്നാലും ഈ കോർട്ട് മാർഷലിലെ പ്രിസൈഡിംഗ് ഓഫീസർ ആരാണ്? ഞാനോ അത് താങ്കളോ? ക്യാപ്റ്റൻ റോയ്, നാളെ രാത്രി 9 മണിക്ക് കോർട്ട് സംഭവ സ്ഥലം വിസിറ്റ് ചെയ്യും. അപ്പോൾ മനസ്സിലാകും രാമചന്ദ്രൻ ചലഞ്ച് ചെയ്തോ ഇല്ലയോ. അങ്ങനെ വന്നാൽ രാമചന്ദ്രന്റെ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കിട്ടിയെന്നിരിക്കും. ക്യാപ്റ്റൻ റോയ്, കോർട്ട് സംഭവ സ്ഥലത്ത് പോയി വിലയേറെ സമയം നഷ്ടപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. രാമചന്ദ്രൻ, താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ചാലഞ്ച് ചെയ്തിട്ടില്ല. ചാലഞ്ച് ചെയ്യാതാണ് വെടിവെച്ചത്. The court may note this confession of Ramachandra. He opened fire without challenging. Sit down, Kapoor. Who made you the procedure? I said sit down. ക്യാപ്റ്റൻ കപൂർ, താങ്കൾക്ക് രാമചന്ദ്രനെ കഴിവിലേക്കാൾ ഇത്ര ധൃതി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അങ്ങേ വിസ്തരിക്കുന്നു, അപ്പോൾ അതിനുള്ള ഉത്തരം കിട്ടും. സുഗരാസ, എനിക്ക് അങ്ങയോട് ഇനി ഒന്നും ചോദിക്കാനില്ല. ചലഞ്ച് ചെയ്യാതെയാണ് വെടിവെച്ചതെന്ന് അയാൾ സമ്മതിച്ചു. പക്ഷെ ഒരു ചോദ്യം ബാക്കി. എന്തിനാണ് അയാൾ വെടിവെച്ചത്? സത്യം ഇരുട്ടിന്റെ ഏതോ ഒരു കോണിൽ ഒളിച്ചു പതുങ്ങിയിരിക്കും. ശ്രദ്ധിച്ചു നോക്കാം. Why did he kill? എന്തിനയാൾ കൊന്നു? 5 minutes break. എല്ലാവർക്കും പുറത്തേക്ക് പോകാം. Captain Roy, please stay back. Captain Roy, what are you up to? എന്തിന് രാമചന്ദ്രന്റെ രഹസ്യ സന്ദേശം കൊടുത്തു? ചലഞ്ച് ചെയ്യാതെയാണ് വെടിവെച്ചത്. അയാളുടെ കഴിമരത്തിൽ കുറുക്കൊന്നും ഒന്നുകൂടെ മുറുകി. എന്തിനാ? സർ, ഞാൻ ഏതെങ്കിലും ടെക്നിക്കലായ കാര്യത്തിലൂടെ രാമചന്ദ്രനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. What do you mean? സർ, അയാൾ വെടിവെച്ചു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എല്ലാവരുടെയും മുമ്പിൽ അയാളത് സമ്മതിച്ചു കഴിഞ്ഞതല്ലേ. Don't you want to say them? ഞാൻ അയാളെ രക്ഷിക്കാനല്ല വന്നത്. കാരണം അയാളെ രക്ഷിക്കാൻ ആർക്കും അറിയാം. എനിക്കൊന്ന് ശ്രമിക്കാതെ. രാമചന്ദ്രന്റെ ജീവനേക്കാൾ വിലയുള്ള മറ്റൊരു വസ്തു അതിനെ രക്ഷിക്കാനാണ് ഞാൻ ശ്രമിക്കും. What is it? സത്യം. അത് മനുഷ്യന്റെ ജീവനേക്കാൾ വിലയുള്ളതാണ്. നിങ്ങൾ വക്കീലോ അതോ? അല്ല, ഞാൻ ആത്മാവിന്റെ വേട്ടക്കാരൻ. ഹണ്ടർ ഓഫ് ദി സോൾ. Hunter of the soul. What kind of language is this? And what the hell does that mean? Hunter of the soul. You may please go. Please. സർ, വികാസ് പോയ സൂക്ഷിക്കണം. ആയുധം പോലെയാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് ആദ്യത്തെ സംഭവമാണ് ഒരു സവാർ ഓഫീസറെ വധിക്കുക എന്നത്. എന്തു ഉദ്ദേശത്തോടാണ് വികാസ് റോയ് കേസ് ഏറ്റത്? അയാൾ ഇങ്ങനെയൊക്കെ സത്യം കണ്ടറിയാം. എത്രയോ കോർട്ട് മാർഷലിൽ അത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഈസ് കറക്റ്റ്. ഇത് ഹണ്ട് ഓഫ് ദി സോൾ. ഇയാൾ ഡിഫൻസ് ലോയർ. പിന്നെ എന്തിന് രാമചന്ദ്രന് രഹസ്യ സന്ദേശം കൊടുത്തു? ചലഞ്ച് ചെയ്യാതെയാണ് വെടിവെച്ചെന്ന് പറയാം. ഈ കൂടെ സേവ് രാമചന്ദ്രൻ. രാമചന്ദ്രൻ എങ്ങനെ രക്ഷിക്കും എന്നല്ല ഒരു പ്രശ്നം. ഇയാൾ ആരൊക്കെ കൊല്ലിക്കും എന്നതാ പ്രശ്നം. മറ്റേ കുറെ പേർ കൊടുക്കും. നോ ഡൗട്ട്. ഒരു കാര്യം, അയാൾ എപ്പോഴും ചിരിക്കുന്നു. He never lost his cool. എപ്പോഴും ചിരിക്കുന്നു. He's a smiling type. സർ, ഈ കുട്ടിക്കാടിനിടയിൽ ഒളിച്ചിരിക്കുന്ന കടുവ തന്റെ പാളയത്തിലേക്ക് കയറി വന്ന് ഇരയെ കണ്ട് എപ്പോഴും ചിരിക്കുന്നു.
ചാടുന്ന ഇടയിൽ ഇറങ്ങി രക്ഷപ്പെടാൻ പാടില്ല. എനിക്കൊന്നും ആ ബംഗാളിയെ പറ്റി സർക്കാരിന്റെ ജോലിക്ക് നോക്കി അല്ലെങ്കിൽ എന്തിനാണ് ചാലഞ്ച് ചെയ്യാതെയാണ് വെടിവെച്ചതെന്ന് പറയാനായിട്ടുള്ള സൂചന കൊടുത്തത്. പക്ഷേ ഈ അയാൾ സൂരജ് സിംഗിനെ പേടിക്കുന്നില്ലല്ലോ. സൂരജ് സിംഗ് നേട്ട എല്ലാവരും വേറവനാണ്. എന്നിട്ടും അയാൾ തിരിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നു. ഒരു വഴിയുള്ളൂ. അത് ക്യാപ്റ്റനായി തന്നെ ഒഴിവാക്കുകയും ചെയ്തു. എനിക്കിപ്പോൾ സംശയം ഇതൊരു നാടകമാണ്. എന്തുവരെ നാളെ ക്യാപ്റ്റൻ സത്യം പുറത്തുകൊണ്ട് ഉറപ്പാണ്. In the next witness, Dheeraj Mandle, Captain B.D. Kapoor. Captain B.D. Kapoor. Yes. താങ്കൾ എപ്പോഴെങ്കിലും രാമചന്ദ്രന് എന്തെങ്കിലും പണിഷ്മെന്റ് ആയിട്ട് കൊടുത്തു? നോ സർ. കൊലറുന്ന ദിവസം രാത്രി രാമചന്ദ്രൻ നിങ്ങളെ ചാലഞ്ച് ചെയ്ത? നോ സർ. പിന്നെ He opened fire without